ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫാമിലി സ്റ്റാറിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് ഇടാൻ മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ന്യൂ ഇയറൊക്കെയാണ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ന്യൂ ഇയർ ആയിട്ട് ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നാട്ടിൽ വന്നിരിക്കുകയാണ്, എൻ്റെ സ്വന്തം വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ കളിച്ച് വളർന്ന എൻ്റെ വീടും എൻ്റെ നാടും ഒക്കെയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്ലേസ് കൂടിയാണ് ഈ അമ്പലം കേട്ടോ. ഞങ്ങൾക്ക് ഈ അമ്പലത്തിൽ ഉത്സവമൊക്കെ വരുന്നതെന്ന് പറയുമ്പോൾ കുഞ്ഞ് സമയങ്ങളിലൊക്കെ ഭയങ്കര ആഘോഷവും, ഞങ്ങളുടെ നാട് തന്നെ ഭയങ്കര ആഘോഷമായിട്ടുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു അമ്പലത്തിലെ ഉത്സവവും കാര്യം. ഇതാണ് ഞങ്ങളുടെ ദൈവപ്പറമ്പ് ദേവീക്ഷേത്രം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ദൈവപ്പറമ്പിൽ അമ്മ. അപ്പം ഞങ്ങളെപ്പോഴും അമ്പലത്തിൽ ഇവിടെ വരുന്ന ദിവസങ്ങളിലൊക്കെ അമ്പലത്തിൽ വന്ന് തൊഴാറുണ്ട് കേട്ടോ. അപ്പം എണ്ണയൊക്കെ മേടിച്ച് ഒഴിക്കുന്നതൊക്കെയാണ് നവമി ഭയങ്കര കാര്യമായിട്ട് നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്നതാണ്. അപ്പം ഇനി നെയ്വിളക്കൊക്കെ കത്തിക്കണം. അപ്പം ന്യൂ ഇയർ ആയിട്ട് നിങ്ങളുടെ സ്പെഷ്യൽ എന്താണ് ന്യൂ ഇയറിന് നിങ്ങൾ എല്ലാ വർഷവും നമ്മൾ പണ്ട് പഠിച്ചിരുന്ന സമയത്തൊക്കെ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരിതായിരുന്നു, പുതിയ ഇയറൊക്കെ വരുമ്പോൾ ഭയങ്കര ആഘോഷവും കാര്യം, ഭയങ്കര ഓരോന്നൊക്കെ എഴുതി വെക്കലും ഇന്ന ഇയറിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ. ഇപ്പോൾ വീട്ടമ്മയായതിനു ശേഷം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ഇയർ ഒന്നുമില്ല. ഒരു ദിവസം കടന്നു പോകുന്ന പോലെ ഒരു വർഷം കടന്നു പോകുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഗർഭിണിയായിരുന്ന സമയത്ത് നേണ്ട നെയ്വിളക്കൊക്കെ ഞങ്ങളിങ്ങനെ കത്തിക്കുമായിരുന്നു. ഇവിടുത്തെ ഒരു ഇതാണ് 4 വലം വെച്ചിട്ട് നെയ്വിളക്ക് കത്തിക്കണം, നമ്മുടെ ആഗ്രഹമൊക്കെ സാധിക്കും, അങ്ങനെയൊക്കെ ഒരു വിശ്വാസം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഞാൻ ഗർഭിണിയായിരുന്ന സമയത്തും കത്തിക്കായിരുന്നു. അതുകൊണ്ട് നവമീനെയും പിടിച്ചുകൊണ്ട് നവമിയുടെ പേരിൽ കത്തിച്ചതാണ്. അതാണ് കുഞ്ഞു വിളക്കാണ് കേട്ടോ. അത് വെച്ച് നമ്മൾ അമ്പലത്തിന് 4 വലം വെച്ച് കത്തിക്കണം. അതാണ് നെയ്വിളക്ക് കത്തിക്കുക എന്ന് പറയുന്നത്. അപ്പം നവമി ജന്മം ചെയ്ത താഴെ നിൽക്കത്തില്ല, പിന്നെ അവളെയും പിടിച്ചുകൊണ്ട് കത്തിക്കുകയൊക്കെ ചെയ്തു. ഇതാണ് ഞങ്ങളുടെ പാടം. അപ്പം ചുറ്റും പാടമാണ്, അതിന് ചെറിയൊരു വഴി. പണ്ട് ഇത്രയും വഴി പോലും ഇല്ലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം ഇത്രയും വഴിയെങ്കിലും ആയെന്ന് പറയാം. അപ്പം ചുറ്റും പാടമാണ്, അതിൽ 5 വീടും ഒരമ്പലം. അടിപൊളി പ്ലേസാണ്. പിന്നെ വെള്ളം കയറുന്ന സമയമായി കഴിയുമ്പോൾ മഹാമോശമാണ് കേട്ടോ. അപ്പോൾ ഇത് സൗന്ദര്യമൊന്നും നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തില്ല. എങ്ങനെ എവിടോട്ടെങ്കിലും ഒന്ന് ഓടിപ്പോയാൽ മതി എന്നുള്ള ചിന്തയാവും കേട്ടോ. പ്രളയമൊക്കെ വന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇത് ആലപ്പുഴ റൂട്ടാണ് കേട്ടോ, ചങ്ങനാശ്ശേരി ആലപ്പുഴ പോകുന്ന വഴിയുള്ള റൂട്ടാണ്. അപ്പം ചങ്ങനാശ്ശേരിയാണ് എൻ്റെ നാട്. അപ്പോൾ അത്രയും ഇതായത് താഴ്ന്ന പ്രദേശമായതുകൊണ്ട് വെള്ളം പെട്ടെന്ന് കയറും. അപ്പോൾ പ്രളയമൊക്കെ ഒരു ഭയങ്കര ദുരിതമായിരുന്നു നമുക്ക് ഉണ്ടാക്കിയെന്ന് തന്നെ പറയാം കേട്ടോ സത്യം പറഞ്ഞാൽ. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ പ്ലേസൊക്കെ ഇഷ്ടപ്പെട്ടു. ഇത് ഞങ്ങളുടെ കുട്ടനാട്ടിലെ നീലക്കുറിഞ്ഞി എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. നമ്മുടെ ചങ്ങനാശ്ശേരി ആലപ്പുഴ റൂട്ടിൽ നിങ്ങൾ ആരെങ്കിലും വന്നിട്ടുള്ളവർക്കാണെങ്കിൽ മനസ്സിലാവും, നിറയെ ഇത് പൂത്ത് കഴിയുമ്പോൾ ഒരുപാട് ആൾക്കാർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ ഇവിടെ പോളപ്പൂ എന്നാണ് പറയുന്നത്. ഇത് വേറൊരു പൂവൊക്കെയാണ്. ചുമ്മാ നമ്മൾ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ എടുത്താണ്. പിന്നെ വലിയച്ഛൻ കുറേ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പാവയ്ക്ക, വെണ്ടയ്ക്ക, പിന്നെ കപ്പയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പാവയ്ക്കൊക്കെ അങ്ങോട്ട് ഉഷാറാകുന്നില്ല കേട്ടോ, കണ്ട ശോഷിച്ച് കിടക്കുകയാണ്. എല്ലാം ഒരേ സൈസ് സത്യം പറഞ്ഞാൽ. ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ, കുറച്ചേ ആയിട്ടുള്ളൂ. അപ്പം അമ്മ നല്ല പാവയ്ക്കയൊക്കെ പറിച്ച് അച്ചാറൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്ക് അമ്മയുടെ പാവയ്ക്ക അച്ചാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വീട്ടിൽ വരുന്നത് തന്നെ അമ്മയുണ്ടാക്കി കുറേ ആഹാരങ്ങൾ കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇടുക്കിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത് തന്നെ കേട്ടോ. അതൊരു പ്രത്യേക ഫീലാണത്. കെട്ടിച്ച് വിട്ട് പോയ പെണ്ണുങ്ങളോട് പറഞ്ഞാൽ അവർക്ക് മാത്രമേ ആ ഫീല് മനസ്സിലാവത്തുള്ളൂ കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ വീട്ടിലേക്ക് വരുന്നതും നമ്മുടെ അച്ഛനും അമ്മയും കുറേ കാര്യങ്ങളൊക്കെ വാങ്ങി നമ്മളെ കാത്തിരിക്കുന്നതൊക്കെ സത്യം പറഞ്ഞാൽ മാതാപിതാക്കൾ നമ്മുടെ കൂടെയുള്ള സമയത്ത് ജീവിക്കുന്നതായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സ്വർഗമായ നിമിഷം. അത് ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ മനസ്സിലാക്കുന്നത് കേട്ടോ. അവർ നമ്മുടെ കൂടെ, അവരില്ലാത്തൊരു ലോകം എനിക്ക് സത്യം പറഞ്ഞാൽ ഓർത്ത് നോക്കാൻ പോലും പറ്റത്തില്ല. അവരില്ലാത്തൊരു ലോകം, അവരാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വർഗമെന്ന്. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ആ ബോധം സത്യം പറഞ്ഞാൽ ഇല്ല. അവരില്ലാത്തൊരു രോഗം നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഹാപ്പി ന്യൂ ഇയറൊക്കെ ഇന്ന് സ്പെഷ്യലാണ് കേട്ടോ, നാട്ടിൽ വന്നതിന് ശേഷം. അപ്പോൾ കുറച്ച് ദിവസം ഞങ്ങൾ നാട്ടിലൊക്കെ ഉണ്ട്, അതാണ് വീഡിയോസൊക്കെ ഇടാൻ മറന്നു പോകുന്നതൊക്കെ. അപ്പം വേണ്ട നല്ല മഴക്കാറും കാര്യമൊക്കെയായി, മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം മഴ ചെറുതായിട്ട് പെയ്തങ്ങ് മാറി, ഒരുപാടായിട്ടില്ല, എന്നാലും അത്യാവശ്യം നന്നായിട്ട് പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ അമ്പലം കേട്ടോ, അമ്പലത്തിൻ്റെ വ്യൂ ഒക്കെ കണ്ടോ. ഇതാണ് എൻ്റെ കൊച്ചു കൊട്ടാരം എന്ന് പറയാം. നമുക്ക് നമ്മുടെ വീട് കുഞ്ഞാണേലും വലുതാണേലും നമ്മുടെ വീട് നമുക്ക് സ്വർഗ്ഗമല്ലേ, അതുപോലെ തന്നെ എൻ്റെ വീട് എനിക്ക് സ്വർഗ്ഗമാണ് കേട്ടോ. പക്ഷെ വല്ലപ്പോഴുമൊക്കെ നമുക്ക് വരാൻ പറ്റത്തുള്ളൂ, അതാണൊരു വിഷമം. ഇത് അമ്പലത്തിൽ നമ്മൾ നെയ്വിളക്ക് കത്തിക്കുന്ന വീഡിയോ ഒക്കെ ആഡ് ചെയ്തേക്കുന്നതാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നവമി ജനലിൻ്റെ അവിടെ വന്ന് നിന്ന് മഴയൊക്കെ ആസ്വദിക്കാൻ വേണ്ടി വന്ന് നിന്ന് ഭയങ്കര കളിയും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ നവമി.
നവമിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവിടെ ഇടുക്കിയിലാരും നമ്മൾ പുറത്തോട്ട് അങ്ങനെ അധികം നവമിനെ ഇറക്കാറൊന്നുമില്ല, അകത്ത് തന്നെയാണ് കൂടുതൽ സമയവും. പുറത്ത് ഇച്ചിരി നേരമൊക്കെ ഇറക്കാറുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നവമിക്ക് ഇതിലും വഴി എല്ലാം ചുറ്റും സ്ഥലമല്ലേ, അപ്പോൾ ഓടി നടക്കാൻ സ്ഥലമായതുകൊണ്ട് നവമി ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എപ്പോഴും പുറത്തോട്ട് നടപ്പാണ്. അപ്പം ടാറ്റ.